Hi, hello, welcome back to Twins Vlog by Abhi and Grishma. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ ടു യു നടിപ്പിൻ നായകൻ സൂര്യ. അപ്പൊ സൂര്യയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് കറുപ്പിന്റെ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. കറുപ്പ് ഡയറക്ടഡ് ബൈ ആർ ജെ ബാലാജി. അറിയാലോ, ആള പഴയപടം മൂക്കുത്തി മാരിയമ്മനൊക്കെ നൈസ് മൂവിയാണ്, നയൻതാരയുടെ തന്നെ. അപ്പൊ ആ ഒരു ഡയറക്ടർ കിടിലൊരു പടം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യണത്. മാത്രമല്ല സൂര്യയുടെ ഒരു മാസ് എന്റർടൈനർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണതാണ് എല്ലാ സിനിമ ലവേഴ്സും. അപ്പൊ നമ്മളും ആ കൂട്ടത്തിൽ തന്നെയാണ്. പോരാത്തതിനുള്ള ഒരു സൂര്യ ഫാനും കൂടിയാണ്. അപ്പൊ ടീച്ചർ ഉണ്ടല്ലോ, 3, 2, 1. கற்பூரம் காட்டி கண்ணில் ஒட்டிக்கிற சாந்தமான சாமி இல்ல. பணத்தார வேண்டிட்டு மனம் அரைச்சா உடனே ഒരു ഡിവോഷണൽ ബേസിസ് ആണ് ആദ്യം കണ്ടത്. ഓ കൊള്ളാല്ലേ, അഡ്വക്കേറ്റാ. അഡ്വക്കേറ്റ് ആട്ടോ. ഓ ലുക്ക് രക്ഷയില്ലാണ്ടാ. പല സീനിലും നമ്മൾ കണ്ടിട്ടുണ്ട്, പല സീനിലും സൂര്യ. ഓ വീഡിയോ കൊണ്ടുണ്ടാ. ഓ 50 കണ്ടു. മലയാളത്തിൽ കാണിക്കണ്ടാവും. സൂര്യയുടെ ലുക്ക് ഒരു രക്ഷയില്ല. ടീച്ചറും ഒന്നും പറയാനില്ല. ഇത് ഇത്തിരി ഓവറായോ, ഇച്ചിരി ഓവറാകാം. ഒരു അജിത് വിജയ് മൂവി ടച്ച്. അതെ, സൂര്യ ചെയ്താൽ അടിപൊളിയായിരിക്കുമില്ല, ഒന്നും പറയാനില്ല. പക്ഷെ ടീച്ചർ ഉണ്ടാവുമൊന്നും വിലയിരുത്താൻ പറ്റില്ല. ഏറെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന സിനിമ. ഫാൻസിന് ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നണ്. ഫാൻ മെറ്റീരിയൽ ഓൾറെഡി അതിന്റെ അകത്ത് ഗജനി റെഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വന്ന ഫിലിംസിലെല്ലാം റെഫറൻസ് ഉള്ള ഫിലിമുകളാണ്. സൂര്യ അങ്ങനെ റെഫറൻസ് അടിക്കാത്ത ആളാണ്. പക്ഷെ പുള്ളി ഈ പടത്തില് റെഫറൻസ് ഒക്കെ ചെയ്യ, പുള്ളിയോടെ തന്നെ റെഫറൻസ്. പിന്നെ എനിക്ക് ഇന്നൊരു പേര് ശരവണൻ ഭാഷയില് എനിക്ക് ഇന്നൊരു പേര് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആ ഒരു റെഫറൻസ് അതൊക്കെ കിട്ടുന്നതായിട്ട് ടീച്ചർ മൊത്തത്തില് കിട്ടില്ല. ഔട്ട്പുട്ട് തന്നെയാണ്, ഒന്നും പറയാനില്ല. നല്ല ഫ്രെയിംസ്, സൂര്യ ലുക്ക് രക്ഷയില്ലാത്ത ലുക്ക്. പിന്നെ ആർ ജെ ബാലാജിയിൽ വിശ്വാസമുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ കങ്കുവയുടെ ഓഡിയോ ലോഞ്ചിൽ പുള്ളി അത്ര കോൺഫിഡൻസിലാണ് പറഞ്ഞത്. കങ്കുവയുടെ ഓഡിയോ ലോഞ്ചില് കോൺഫിഡൻസോടെ പറഞ്ഞ എല്ലാരും ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയൊന്നുമില്ല. പക്ഷെ ഇതില് ഞങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പൊ കറുപ്പ് കിടിലം പടം ആയിക്കട്ടെ. എനിക്ക് തോന്നുന്നു ദീപാവലി റിലീസാന്ന് തോന്നുന്നു. റിലീസ് ഡേറ്റ് ഒന്നും ടീസറിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ടീസറിൽ നോട്ട് ചെയ്തത് ഐ മീൻ സൂര്യ ചുരുട്ട്. അത് റോളക്സിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ പടത്തിലാന്ന് തോന്നുന്നു സ്മോക്കിംഗ് സീൻ കാണിക്കണം. അപ്പൊ അത് ചിലപ്പോ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. തമിഴ് സിനിമയിൽ അങ്ങനെയാണല്ലോ, അവരൊരിക്കലും സിനിമയായിട്ട് കാണുന്നില്ല. പല പ്രശ്നങ്ങളും ഇങ്ങനെ ബിയറിന്റെ കാര്യം പറഞ്ഞ അല്ലെങ്കിൽ സിഗരറ്റ് എന്നൊക്കെ പറഞ്ഞ് സീനാകാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം നോട്ട് ചെയ്തത് ആ ടീസറിന്റെ സ്റ്റാർട്ട് തൊട്ടിട്ട് എൻഡ് വരെ ഉണക്കമുളക്. അതെ, ആ ഒരു അമ്പലം അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന്റെ സീൻ കാണിക്കണം. അപ്പൊ ആ ഒരു ഇതിലെല്ലാം ആ ഒരു മുളക് പറയാനുണ്ട്. മുളക് അരച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ്. മീൻസ് അതല്ല സത്യം, ഇങ്ങനത്തെ ചടങ്ങ് ചെയ്യും തമിഴ്നാട് സ്റ്റൈൽ ആ ഒരു ഭാഗങ്ങളിലെ അമ്പലങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെ പൊള്ളാച്ചിയിലൊരു ക്ഷേത്രം അങ്ങനെ. അപ്പൊ ആ അമ്പലത്തില് ഇത് ഒരു മെയിൻ ചടങ്ങാണ്. അതായത് ഉണക്കമുളക് അരച്ച് അവിടെ ഒരു കല്ല് തേച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് കാര്യം നടക്കുന്നതൊക്കെയാണ് അവിടുത്തെ ഐതിഹ്യവും വിശ്വാസങ്ങളൊക്കെ. അപ്പൊ അത് ത്രൂ ഔട്ട് ഉള്ള സാധനം തന്നെയാണ് അത്. അത് ആ പടത്തിനായിട്ട് ബ്ലെൻഡ് ചെയ്ത് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും. പിന്നെ എടുത്തു പറയേണ്ട സാധനം മ്യൂസിക്.
മനസ്സിലായി സായി ആ ആസെ കൂടെ മനസ്സിലായി. അവന്റെ ഡിബട്ട് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് പടം ഇറങ്ങാൻ പാടുള്ളൂ. ബൾട്ടി എന്നാണ് ഫസ്റ്റത്തെ പടം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡോ തേർഡോ പടമാണ് ഇത്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. അങ്ങനെ അവന്റെ കിറ്റിലെ മ്യൂസിക്, ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്. എന്താ പറയാ, ആ ടീച്ചറെ ഫുള്ള് പിടിച്ചെടുത്തേക്കണം മ്യൂസിക്. ആ കലക്ക മ്യൂസിക്കും. ആ പടവും അടിപൊളിയായിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ പടം ഇറങ്ങുമ്പോ കാണാം. അത്രേ ഉള്ളൂ. ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.